എന്തിനായിരുന്നു അൻവറെ ആഴ്ചയ്ക്ക് വാർത്താ സമ്മേളനങ്ങൾ? വെറുതെ ഒരു ആവശ്യവുമില്ലാതെ വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് ഇടതുപക്ഷത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്തെങ്കിലും കാര്യങ്ങളായിരുന്നെങ്കിൽ തന്നെ പിണറായി വിജയൻ ഉറപ്പായി കൂടെ നിന്നേനെ. ഇത് വെറുതെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ ഓരോന്ന് കാണിച്ച് ഇപ്പോൾ UDF അടുപ്പിക്കുന്നില്ല, കോൺഗ്രസിനാണെങ്കിൽ കാണണ്ട എന്നുള്ള അവസ്ഥയാക്കി മാറ്റിയിരിക്കുകയാണ്. തായ്പ അൻവറിന്റെ വാക്കിന് ഒരു പുല്ല് വില പോലും നൽകാതെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയും ആക്കിയിരിക്കുകയാണ്. UDF മൊത്തത്തിൽ അൻവറിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അൻവറിന് നിലമ്പൂരിൽ ഒരു സ്വാധീനവും ഇല്ല എന്നതും അൻവർ എഫക്ട് എന്നത് പറയുന്ന ഒരു കാര്യമേ ഇല്ല എന്നും പറയാതെ പറയുക തന്നെയാണ് UDF. അൻവർ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ സാധിച്ചത് എന്നും കോൺഗ്രസിലെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും ഒരു സംസാരവുമുണ്ട്. UDFന്റെ ഏകപക്ഷീയമായ വിജയം ഉണ്ടാകുമെന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയെ കുറിച്ച് PV അൻവർ നടത്തിയ പരാമർശങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും അൻവറുമായും വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും AP അനിൽകുമാർ പറയുന്നുമുണ്ട്. മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്തിന് വിജയ സാധ്യത ഇല്ല എന്നും DCC അധ്യക്ഷൻ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കട്ടെ എന്നുമായിരുന്നു അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടേയിരുന്നത്. എന്നാൽ ഈ അഭിപ്രായം മറികടന്ന് കോൺഗ്രസ് ചർച്ചയിലൂടെ ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഇതോടെയാണ് അൻവറിന്റെ തുടർ നിലപാട് നിർണായകമായിക്കൊണ്ടിരിക്കുന്നത്. മത്സരിക്കുകയാണെങ്കിൽ അൻവർ സ്വതന്ത്രനായാണോ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണോ മത്സരിക്കുക എന്നുള്ളതും വ്യക്തമാക്കേണ്ട കാര്യം തന്നെയാണ്. അതേസമയം അൻവറിന്റെ ആത്യന്തികമായ ലക്ഷ്യം UDF പ്രവേശനമാണ് എന്നിരിക്കെ അൻവറിന്റെ ഹിതത്തിനനുസരിച്ച് UDF സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കാത്ത സാഹചര്യത്തിൽ ഇതൊരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗപ്പെടുത്തി UDF പ്രവേശനം നേടാൻ അൻവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലും സൂചനകൾ ലഭിക്കുകയാണ്. ഒരു സമവായത്തിന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അൻവറിനെ തണുപ്പിക്കാൻ ഈ വിധത്തിൽ ശ്രമിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. VS ജോയിക്ക് ചരടുവലികൾ നടത്തുന്നതിനോടൊപ്പം തന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പിന്തുണയ്ക്കുമെന്നും അൻവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അൻവർ പരസ്യമായി എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കാനല്ല താൻ രാജിവെച്ചത് എന്നാണ് അൻവർ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥി മോഹികൾക്ക് മത്സരിക്കാനാണെങ്കിൽ 10 മാസത്തിനപ്പുറം 140 സീറ്റുകൾ ഒഴിവുണ്ടല്ലോ എന്നും അൻവർ ചോദിക്കുകയായിരുന്നു. അൻവറിന്റെ ഈ പ്രതികരണത്തിന് പിന്നാലെയാണ് കോൺഗ്രസ് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കളമശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ നിർണായക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ യോഗത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. ചർച്ചയിൽ അൻവറിന് വഴങ്ങേണ്ടതില്ല എന്നും ഷൗക്കത്ത് എന്ന ഒറ്റ പേര് ഹൈക്കമാൻഡിന് കൈമാറാമെന്നും പാർട്ടി നിലപാടെടുക്കുകയായിരുന്നു.